Good morning, students. അടുത്ത question ആണ്. Solve the recurrence relation an minus 3an minus 1 is equal to 5 into 3 raised to n greater than equal to 1. a0 is equal to. ഇതൊരു first order linear recurrence relation with the non-homogeneous. Right hand side part is not equal to 0. The first order linear recurrence relation with the non-homogeneous. നമുക്ക് ഇതിന്റെ general solution കണ്ടുപിടിക്കണം. അപ്പോൾ general solution is equal to general solution. an is equal to anh plus anb. Then to find anh, left hand side an minus 3an minus 1 is equal to 0. Right hand side part 0. Then an is equal to 3an minus 1. Then after n plus 1 an plus 1 standard form of 3a. Standard form to compare here d is equal to 3. Therefore anh is equal to a into 3 raised to n. A into d raised to n in the formula d ക്ക് പകരം നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ a into 3 raised to n. അടുത്തായിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? To find a and b. അടുത്തായിട്ട് a and b കണ്ടുപിടിക്കണം. a and b കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ assume a and b is equal to a into ഇവിടെ a നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ b എന്ന കോൺസ്റ്റന്റ് എടുക്കാം. b into 3 raised to. ഇവിടെ b into 3 raised to എടുത്താൽ നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷനിലേക്ക് നോക്കാം. ഹോമോജീനിയസ് സൊല്യൂഷനിൽ 3 ഉണ്ട് കേട്ടോ. a into 3 raised to ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ b into 3 raised to എന്നല്ല എടുക്കേണ്ടത്. അതിന്റെ കൂടെ ഒരു n കൂടി ചേർക്കാം. കാരണം ഇങ്ങനെ സെയിം ഇത് വന്നതുകൊണ്ട് b into n into 3 raised to. എന്തുകൊണ്ടാണ് n അഡീഷൻ ആയിട്ട് ചേർത്ത് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ടാണ് ആ 3 raised to എന്നുള്ളത് നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ ഹോമോജീനിയസ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ b into n into 3 raised to. ഇനി അതിനുശേഷം ഈ a നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആണ്. ഇക്വേഷൻ 1 ആണെങ്കിൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a ന്റെ സ്ഥാനത്ത് കൊടുക്കണം bn 3 raised to n മൈനസ് an minus 1 ന്റെ സ്ഥാനത്ത് കൊടുക്കണം bn minus 1 3 raised to n minus 1 is equal to right hand side കൊടുക്കണം 5 into 3 raised to. അപ്പോൾ ഇവിടെ നമ്മൾ bn into 3 raised to എന്നുള്ളത് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ a ന്റെ വാല്യൂ കൊടുത്തു bn 3 raised to. an minus 1 ആണ് 3b into n ന്റെ സ്ഥാനത്ത് n minus 1 കൊടുക്കുന്നു 3 into n minus 1. ഇത് നമ്മൾ 3 raised to കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിംഗ് ബൈ 3 raised to n ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഇവിടെ bn ആദ്യത്തെ b ആണ്. രണ്ടാമത്തെ ടൈം എന്ത് വരും നോക്കുക? 3 raised to കട്ടായി. ബാക്കി താഴെ ഒരു 3 ഉണ്ട്. ആ 3 കട്ടായി. ബാക്കി നമുക്ക് എന്ത് കിട്ടും? b into n minus 1 is equal to 5 into 3 raised to. അതായത് 3 raised to എന്നോട് കട്ടാകുമ്പോൾ ഇവിടെ 3 raised to കട്ടായി. അപ്പോൾ പിന്നെ ബാക്കി b എന്നോട് ഇവിടെ നമുക്ക് 3b n minus 1 3 raised to n minus 1 ആണ്. ഈ 3 raised to n minus 1 നെ 3 raised to n by 3 എന്ന് എഴുതും. അപ്പോൾ ആ 3 കട്ടായി പോകും. 3 raised to n കട്ടായി പോകും. ബാക്കി എന്താ ഉള്ളത്? b into n minus 1 is equal to 5 into 3 raised to. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതണം? bn minus bn plus b ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു equal to 5 into 3 raised to n പോയില്ല. 3 raised to n പോയി 5 മാത്രം പോകും. that is equal to 5. നമ്മൾ 3 raised to n ഡിവൈഡ് ചെയ്തപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 3 raised to n റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 3 raised to n പോയി ബാക്കി 5. അപ്പോൾ b നും കട്ടായി പോയി. therefore b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? b യുടെ വാല്യൂ 5. therefore a and p എന്നുള്ളത് എന്താണ്? a and p is equal to 5 into n into 3 raised to n. therefore നമ്മുടെ സൊല്യൂഷൻ എന്താണ്? a is equal to നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയാൽ a into 3 raised to n plus 5n into 3 raised to. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ a0 തന്നിട്ടുണ്ട്. അപ്പോൾ a0 is equal to 2 ആവുമ്പോൾ 2 is equal to ഇവിടെ നമ്മൾ n ന് പകരം 0 കൊടുക്കാം. n 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം a വരും പ്ലസ് രണ്ടാമത്തെ ടൈമിൽ n 0 കൊടുക്കുമ്പോൾ ഇത് മൊത്തം 0 ആയി. അപ്പോൾ a യുടെ വാല്യൂ നമുക്ക് കിട്ടി
Therefore, final solution an is equal to final solution an is equal to a സ്ഥാനത്ത് 2 കൊടുക്കും 2 into 3 raised to n plus 5 into n into 3 raised to n greater than equals. ഇതാണ് നമുക്ക് കിട്ടുന്ന അവസാനം കിട്ടുന്നത്. വേണമെങ്കിൽ ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള 3 റേഷ്യോ പുറത്തെടുക്കാം. കോമൺ ആയിട്ടുള്ള 3 റേഷ്യോ പുറത്തെടുത്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും 2 plus 5n into 3 raised to n n greater than equals. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അവസാനത്തെ ആൻസറിലെ 2 plus 5n 3 raised to n എന്ന് എഴുതാം. അപ്പൊ അതാണ് നമുക്ക് കിട്ടുന്ന അവസാന ആൻസർ. അപ്പൊ ഇതെന്ത് ക്വസ്റ്റ്യൻ? ഇത് ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓർഡർ നോൺ ഹോമോജീനിയസ് ലീനിയർ റെക്കറൻസ് റിലേഷൻ ആണ്. നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് ഇസ് നോട്ട് ഈക്വൽ 0, f of n not equal 0, therefore ഇത് നോൺ ഹോമോജീനിയസ് ആണ്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? an equal to anh plus anp. ആദ്യം നമ്മൾ anh കണ്ടുപിടിക്കാം. anh കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് 0 കൊടുക്കും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? an minus 3an minus 1 equals 0. അപ്പൊ an സമത്ര കിട്ടും 3an minus 1. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആക്കാനായിട്ട് n ന് n plus 1 കൊടുക്കുന്നു. അപ്പൊ an plus 1 is equal to 3a. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിയുടെ സ്ഥാനത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 3 എന്ന് കിട്ടും. അപ്പൊ d is equal to 3 ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? a into d raised to n ആണ്. ഇവിടെ d ക്ക് വരെ കൊടുക്കുന്നു 3 കൊടുക്കുന്നു. അപ്പൊ a into 3 raised to n. അപ്പൊ an h is equal to a into 3 raised to n. ക്ലിയർ ആയി? ഇനി അടുത്ത എന്താണ് ചെയ്യേണ്ടത്? anp കണ്ടുപിടിക്കണം. രണ്ടാമത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം anp. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? assume anp is equal to b into 3 raised to n എടുത്താൽ ഇവിടെ നമുക്ക് കണ്ടോ ഹോമോജീനിയസ് സൊല്യൂഷൻ a into 3 raised to n ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ b into n into 3 raised to n 3 raised to n n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n കൊണ്ട് മൾട്ടിപ്ലൈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. കാരണം ഹോമോജീനിയസ് സൊല്യൂഷനുമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ anp ചൂസ് ചെയ്യാൻ. ഇവിടെ anp ചൂസ് ചെയ്യുമ്പോൾ a into n into 3 raised to n n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷനിലെ a into 3 raised to n. ഇത് നമ്മൾ b into n into 3 raised to n എന്നുള്ളത് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a എന്നുള്ളത് b into n into 3 raised to n minus 3a minus 1 എന്നുള്ളത് 3 into b into n minus 1 3 raised to n minus 1. റൈറ്റ് ആൻസർ എന്താണ്? 5 into 3 raised to n. ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ 3 raised to n കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് b എന്ന് ലഭിക്കും. രണ്ടാമത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 raised to n minus 1 എന്നുള്ളത് 3 raised to n by 3 ആണ്. ആ 3 കട്ടായി പോകും. 3 raised to n കട്ടായി പോകും. ബാക്കി b into n minus 1. റൈറ്റ് ആൻസറിൽ 5. ഈ bn bn കട്ടായി പോകും. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. bn minus bn plus b b is equal to 5 b equal to 5. അപ്പോ anp എന്നുള്ളത് 5n into 3 raised to n. Therefore an is equal to a into 3 raised to n plus 5n into 3 raised to n. ഇനി a എന്നൊരു കോൺസ്റ്റന്റ് ഉണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? a not is equal to 2 എന്ന ഒരു ബൗണ്ടറി കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തു. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ n ന്റെ സ്ഥാനത്ത് 0 കൊടുക്കാം. അപ്പോൾ 2 is equal to ആദ്യത്തേല് a into 3 raised to n a plus രണ്ടാമത്തേല് 0. അപ്പോൾ a is equal to 2. a is equal to 2 എന്ന് കിട്ടി. Therefore final solution is an is equal to 2 into 3 raised to n plus 5n into 3 raised to n. പിന്നെ രണ്ട് ടേം കോമൺ ആയിട്ട് എന്തുണ്ട്? 3 raised to n ഉണ്ട്. അത് നമുക്ക് പുറത്തെടുക്കുമ്പോൾ 2 plus 5n into 3 raised to n n greater than equals 0 is the final solution. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.